ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള അവക്കാഡോ ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നല്ല പഴുത്ത അവക്കാഡോ വേണം എടുക്കാനായിട്ട്. ഒത്തിരി നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് അമുങ്ങി പോകുന്നതാണെന്നുണ്ടെങ്കിൽ പഴുപ്പ് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അത് അത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ചെറുതായി ഒന്ന് ഞെങ്ങി തുടങ്ങുന്നതും അതുപോലെ ഇങ്ങനെ കളറൊന്ന് ഡാർക്കായിട്ടുള്ള കളറായിട്ടുള്ളതുമാണ് നമ്മൾ ഷേക്കൊക്കെ അടിക്കാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. അതാണ് നല്ല പഴുത്ത പാകമായിട്ടുള്ളത്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുള്ള കുരു കത്തി വെച്ചിട്ട് പതിയെ ഒന്ന് അമർത്തി ഇതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ പൾപ്പ് എടുക്കാനായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ എടുക്കാം കേട്ടോ. അപ്പോൾ വളരെ അങ്ങനെ എന്താ പറയുക, നല്ല ബട്ടർ പോലെയാണ് ഇതിൻ്റെ ഒരു പൾപ്പ് ഇരിക്കുന്നത്. ഈ ഒരു അവക്കാഡോ മുഴുവനായിട്ട് ഞാൻ ഇന്നിപ്പോൾ ഷേക്ക് അടിക്കാനായിട്ട് എടുക്കുന്നില്ല, പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ഷേക്ക് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർ പോലെ ഇരിക്കുന്ന ഈ ഒരു അവക്കാഡോൻ്റെ പൾപ്പ് നമ്മളെടുത്തു. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുമ്പോൾ അതിന് മധുരത്തിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക ഈ ഒരു ഷേക്കിന്. നമ്മൾ പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും വളരെയധികം ടേസ്റ്റ് ഈ ഒരു മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരെയും എന്തോരം മധുരം വേണമെന്നുള്ളതിന് ഇഷ്ടത്തിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ്. ഞാൻ പാല് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രീസറിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ ആ ഒരു കട്ടി നോക്കിയിട്ട് എന്തോരം തിക്നെസ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എത്ര കട്ടി വേണമെന്നുള്ളതിനനുസരിച്ച് ബാക്കിയുള്ള പാലും കൂടി ആഡ് ചെയ്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഷേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അവക്കാഡോ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇതിൽ പൊട്ടാസ്യവും വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അങ്ങനെ ഒരുപാട് വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ഡ്രിങ്കായിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഷേക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഈന്തപ്പഴമൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ അതൊന്നുമില്ലാതെ ഈ ഒരു രീതിയിൽ അടിച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു അവക്കാഡോൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.